പ്രതിരോധ മേഖലയിൽ വീണ്ടും നേട്ടം കൊയ്ത് ഇന്ത്യ. യുദ്ധക്കപ്പലായ INS കോറയിൽ നിന്നുള്ള കപ്പൽ വേധ മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ബംഗാൾ ഉൾക്കടലിൽ വെച്ചായിരുന്നു നാവികസേനയുടെ പരീക്ഷണം. ലക്ഷ്യത്തെ കൃത്യതയോടെ തകർത്താണ് മിസൈൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത്. ലക്ഷ്യമായി സ്ഥാപിച്ച കപ്പൽ മിസൈലിന്റെ പ്രഹരത്തിൽ പൂർണ്ണമായും തകർന്നതായി നാവികസേനാ വൃത്തങ്ങൾ അറിയിച്ചു. ഇതിന്റെ ചിത്രങ്ങളും നാവികസേന പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ചുറ്റുമുള്ള തന്ത്രപ്രധാനമായ കടൽപാതകളിലെ പോരാട്ടത്തിന്റെ സന്നദ്ധത പ്രതിഫലിപ്പിക്കുന്ന ഒരു അഭ്യാസത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ നാവികസേന ഈ പരീക്ഷണം നടത്തിയത്. കൃത്യതയോടെ മിസൈൽ പരമാവധി വേഗത്തിൽ ലക്ഷ്യം ഭേദിച്ചെന്ന് നാവികസേന അറിയിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ കോർവെറ്റായ INS കോറയിൽ നിന്നും ആന്റി ഗൈഡഡ് മിസൈൽ ബംഗാൾ ഉൾക്കടലിലെ ലക്ഷ്യത്തെ കൃത്യതയോടെ ഭേദിച്ചു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡർ നിർമ്മിച്ച ഇന്ത്യൻ നാവികസേനയുടെ കോർവെറ്റാണ് INS കോറ. 1998 ഓഗസ്റ്റ് 10 കമ്മീഷൻ ചെയ്ത INS കോറ ഇന്നും നാവികസേനയിൽ കരുത്തനായി തുടരുന്നു. കോർവെറ്റ് ക്ലാസിൽപ്പെട്ട കോരയ്ക്ക് 1400 ടണ്ണോളം ഭാരമുണ്ട്. 25 നോട്ട്സ് അഥവാ 46 km/h വേഗതയിൽ സമുദ്രത്തിലൂടെ കുതിച്ചു പായാൻ കോരയ്ക്ക് കഴിയും. KH-35 യുറാൻ മിസൈൽ, സ്റ്റെല്ല ആന്റി എയർ മിസൈൽ, 76.2 mm AK-176 ഗൺ, 30 mm AK-360 ഗൺ എന്നിവയാണ് കോരയിലെ പ്രധാന ആയുധങ്ങൾ. ഞൊടിയിടയിൽ ആക്രമണം തീർക്കാനായി HAL ചേതക് ഓർ HAL ധ്രുവ് ഹെലികോപ്റ്റർ കോരയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 26 മുതൽ 28 വരെ ജപ്പാനീസ് നാവികസേനയുമായി 3 ദിവസത്തെ അഭ്യാസം ഉൾപ്പെടെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഇന്ത്യൻ നാവികസേന നിരവധി സംയുക്ത സൈനിക അഭ്യാസങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ആഴ്ചയും കപ്പൽ വേധ മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലായ INS പ്രബലിൽ നിന്നും നടത്തിയ പരീക്ഷണമാണ് കഴിഞ്ഞ ആഴ്ച വിജയിച്ചത്. സൈനിക പരിശീലനത്തിന്റെ ഭാഗമായിരുന്നു കപ്പലിൽ നിന്നുള്ള മിസൈലിന്റെ പരീക്ഷണം. പരമാവധി അകലത്തിൽ സ്ഥാപിച്ച പഴയ കപ്പൽ മിസൈൽ കൃത്യതയോടെ തകർത്തിരുന്നു. അറബിക്കടലിൽ വെച്ചായിരുന്നു INS പ്രബാലിൽ നിന്നും മിസൈൽ വിക്ഷേപിച്ചത്.